ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂട്ടാൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ കൂട്ടാനും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊന്ന് കണ്ടോക്കി കേട്ടോ. പിന്നെ നമ്മൾ മീനും ഇറച്ചിയും എല്ലേതും പച്ചക്കറിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ മടുത്ത് വരുമ്പോൾ നമുക്ക് ചില ദിവസങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിക്കാനൊരാഗ്രഹം ഉണ്ടാവില്ല അല്ലേ? അതുപോലെ തന്നെ കേട്ടോ എനിക്ക് അങ്ങനെ ചില ദിവസങ്ങളിൽ ഓരോ പൂതിയാണ്. അപ്പോൾ ഞാനെന്ന് വിചാരിച്ച് ചെറുപയർ ഒരു തോരനും അതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെറുപയർ തോരനക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അരപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കില്ല, അതുപോലെ ഒന്നും കണ്ട് അരച്ചെടുക്കാനാണ്. അപ്പോൾ എരിവുള്ള ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും അതുപോലെ 2-3 ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും ഇട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ പൂണ്ട് കാണ്ട് ഇട്ട് എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ചിരകി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കത്തി വെച്ച് കണ്ട് ഒന്നും കണ്ട് പൂണ്ടെടുത്തതാണ്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്നും കണ്ട് അരച്ചെടുത്ത് കണ്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കണ്ട് ഈ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് 2-3 ചെറിയ ഉള്ളിയും അതുപോലെ 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊരു ചമ്മന്തിക്കാണ് കേട്ടോ. അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു ഇതുപോലെ അരച്ചപ്പോൾ. പിന്നെ ഈ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ക്രഷ് ചെയ്ത വറ്റൽമുളക് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വറ്റൽമുളക് മുഴുവനായിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ അങ്ങനെ എൻ്റെ അടുത്ത് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇട്ട് കൊടുത്താണ്. അപ്പോൾ കൂടുതൽ ദിവസം ഇരുന്നാൽ പെട്ടെന്ന് പോത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുമ്പ് നോമ്പിന് മുമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള മുളകായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മുളകാണ്, നല്ല എരിവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി, നല്ല എരിവുണ്ട് കേട്ടോ. പിന്നെ ഇത് പൂക്കുകയെന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ കാറ്റൊക്കെ തട്ടുമ്പോഴാണ്. അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നമ്മൾ ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിലൊന്നും കണ്ട് വറുത്തെടുക്കുകയാണ്, ഒരു ചമ്മന്തി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ വറവൊക്കെ ആയതിന് ശേഷം ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്നും കൊണ്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇന്നത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ കൂട്ടാതെ നമുക്ക് വറ്റൽമുളകും അതുപോലെ ചെറിയ ഉള്ളിയും മാത്രം ഇട്ടുകൊണ്ട് അരച്ചിട്ട് അങ്ങനെ എടുത്താലും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയും കൂടി ചേർത്ത്, അപ്പോൾ കുട്ടികൾക്ക് തേങ്ങ ചേർത്തിട്ടുള്ള ചമ്മന്തി നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആ ചട്ടി തന്നെ നമുക്ക് ആ ചീനച്ചട്ടി തന്നെ തോര റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചിക്കാണ്ട് കുറച്ച് കടുക് കേട്ടോ. അതുപോലെ വെളിച്ചെണ്ണ തന്നെ കുറച്ച് മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പിലയും അതുപോലെ ക്രഷ് ചെയ്ത മുളകുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ട് ഇത് ഒന്നും കണ്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഒരു 3-4 വിസിൽ അടുപ്പിച്ച് എടുത്ത് വെച്ചാണ് കേട്ടോ ചെറുപയർ. അപ്പം കൂട്ടാനക്ക് ഇത് മതി കേട്ടോ. നമ്മൾ ഉച്ചക്കത്തെ കൂട്ടാനക്ക് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ തലേന്നത്തെ. അപ്പോൾ ഇതുപോലെ കൂട്ടിയിട്ട് ചോറുന്നാനൊരു പൂതി. അപ്പോൾ എന്നും മീൻ കറിയും മീനൊക്കെ ആകുമ്പോൾ നമുക്ക് വിചാരിക്കും ഇതുപോലൊരു ചമ്മന്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ചോറ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായി. എനിക്ക് എന്നും ഇങ്ങനെ മീൻ വേണമെന്നൊന്നുമില്ല, ഇറച്ചി മീനൊന്നും വേണമെന്നില്ല. ഇതുപോലൊക്കെ ചമ്മന്തി ആണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ കടുകും ഇതൊക്കെ ഒന്ന് വഴറ്റിയതിൻ്റെ ഷൈക്ക് ഞാൻ ചെറുപയറിട്ട് കൊടുത്ത് കണ്ടൊന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം അരപ്പ് റെഡിയാക്കി വെച്ചില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ പച്ചമുളക് ഉണ്ടല്ലോ അത്യാവശ്യം എരിവുണ്ട്, എന്നാലും കൂടുതൽ എരിവില്ലേനും അങ്ങനത്തെ ഒരു മുളക് കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആദ്യം ക്രഷ് ചെയ്ത മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടായിരുന്നത് ചോറ് കഴിക്കാൻ നമുക്ക് ചോറൊക്കെ കൂട്ടുമ്പോൾ കുറച്ചൊരു എരിവ് വേണമല്ലോ. അപ്പോൾ അതാ ഇത് നമ്മളെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ചമ്മന്തി ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പം നമ്മൾ ഈ മിക്സിൻ്റെ ജാറുണ്ടല്ലോ അതിലേക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള മിക്സിൻ്റെ ജാർ തന്നെ അതിലേക്ക് തന്നെ ഈ ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നതും. അതുപോലെ ചീനച്ചട്ടിയിൽ ഞാനിത് വറുത്ത് മാറ്റിയതിന് ശേഷം തോരനക്കും വേണ്ടിയിട്ട് ആ ചട്ടിനെല്ലാം എടുത്തെടുത്ത്. അപ്പം നമുക്ക് പണി എളുപ്പമാണ്. അല്ല നമുക്ക് പണിയെടുക്കാന്ന് പറഞ്ഞാൽ അതിങ്ങനെ കഴുകി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോൾ അതിനെ ഒരു കറക്റ്റിലൊരു എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം പണികൾ തീരും ചെയ്യും. എന്നാലും നമുക്ക് സമയമൊക്കെ നല്ല ബാക്കിയായി കിട്ടും ചെയ്യും ഓരോ കാര്യത്തിനും അല്ലേ. അപ്പോൾ ഇതാ ഞാനങ്ങനെ കേട്ട ചെയ്യൽ. ഇനി നമ്മൾ അതൊക്കെ റെഡി ആയതിൻ്റെ ശേഷം ചോറുന്നാണ്. അപ്പോൾ ഈ ചെറുപയറും ഈ ചമ്മന്തി മാത്രമാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മത്തിക്കറി ഉണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പം എനിക്ക് മത്തിനോടൊക്കെ ഒരു വെറുപ്പ് കറിയൊന്നും വേണ്ടാന്ന് തോന്നി. അപ്പോൾ ഇതുപോലെ ഈ ചമ്മന്തിയൊക്കെ കുഴച്ചുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാനിങ്ങനെ പൂതിയ വരുന്നു കേട്ടോ. അപ്പം നമ്മളെ ഈ തോരനുണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രുചി ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എരിവും ആ ചമ്മന്തിയൊക്കെ ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്. കഴിക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഒരു രുചി പറഞ്ഞറിയിക്കാൻ അതിലേക്ക് ഒരു ഉണക്കലും കൂടി ഉണ്ടെങ്കിൽ പറയാനുണ്ടാവില്ല ഇതിൻ്റെ രുചി. അപ്പോൾ നമ്മൾ മീനും കറിയൊന്നും കൂട്ടാതെ ഈ ചമ്മന്തി ഇത് കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ട് അപ്പോൾ ഇതുപോലൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ. അപ്പോൾ എനിക്കൊരു ബോധ്യം തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.